സിദ്ധാർത്ഥിൻ്റെ മരണം കേരളത്തിലെ എല്ലാവരെയും വേദനിപ്പിച്ചു. ഇനി ഇതുപോലുള്ളൊരു അക്രമം കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ വീണ്ടും കൊയിലാണ്ടിയിൽ അമലിനെ ക്രൂരമായി മർദ്ദിച്ചു. ഇടിമുറിയിൽ കൊണ്ടുപോയി, ഒരു വീട് വാടകയ്ക്കെടുത്തിട്ട് കുട്ടികളെ കൊണ്ടുപോയി അടിക്കുന്ന സ്ഥലം, വീട്. വീണ്ടും ഇവിടെ കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവം നടക്കുമ്പോൾ KSU കുറേ കോളേജിലൂടെ ജയിച്ചിട്ടുണ്ട് പുതിയതായിട്ട്, ഇതുവരെ ജയിക്കാത്ത കോളേജ്. അവിടെയെല്ലാം ജയിച്ച യൂണിയൻ ഭാരവാഹികളെയും KSU ഭാരവാഹികളെയും തെരഞ്ഞു പിടിച്ച് ഈ ക്രിമിനലുകളെ മർദ്ദിക്കുകയാണ്. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ടാണ് പണ്ട് നിങ്ങളെല്ലാം വലിയ വിഷമമായല്ലോ നിങ്ങൾക്ക്. മുഖ്യമന്ത്രിക്ക് ക്രിമിനൽ മൈൻഡാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഇതുപോലത്തെ ക്രിമിനലുകളെ നിലക്ക് നിർത്തായിരിക്കുമോ? ഒരു വാക്ക് പറഞ്ഞാൽ പോരെ. പകരം ഇദ്ദേഹം എന്താ പറയണത്? ഇനിയും തുടരുമെന്നാണ് പറയണത്, അല്ലേ? ഇനിയും തുടരണമെന്ന്. ഇനി തുടർന്നാൽ ഞങ്ങൾ തിരിച്ചടിക്കും, ഉറപ്പായിട്ടടിക്കും. ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് സംരക്ഷിക്കണ്ടേ? ബിനോയ് വിശ്വത്തെ പോലുള്ള രണ്ടാമത്തെ കക്ഷിയുടെ നേതാവ് അദ്ദേഹം പറഞ്ഞില്ലേ, SFIയുടെ ഗ്ലാമർ താരമല്ലായിരുന്ന ഒരു കാലത്ത് സുരേഷ് കുറുപ്പ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിൽ KSUവിൻ്റെ തകർച്ചയും SFIയുടെ വളർച്ചയും കണ്ടു കേരളത്തിൽ. ആ SFIയുടെ വളർച്ചയുടെ കാലത്ത് SFIയുടെ താരമായി ജ്വലിച്ചു നിന്ന ആളാണ് സുരേഷ് കുറുപ്പ്. അദ്ദേഹം ഇപ്പോഴത്തെ SFIയെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം കേട്ടല്ലോ. ബിനോയ് വിശ്വം പറഞ്ഞ അഭിപ്രായം കേട്ടല്ലോ SFIയെക്കുറിച്ച്. ക്രിമിനൽ സംഘം. ശരിക്കും ക്രിമിനൽ സംഘത്തെ വളർത്തിയെടുക്കുകയാണ് CPM. അതാണ് ചെയ്യുന്നത്. അത് അവർ പോലീസുകാരെ ഉപദ്രവിക്കും. SIയുടെ കവളത്തടിച്ച് കർണപുടം പൊട്ടിപ്പോയി, ഡയഫ്രം. SIയുടെ നേതാക്കന്മാർ TP ചന്ദ്രശേഖരൻ തെങ്ങിൻ പൂക്കില പോലെ ചെതറിക്കുമെന്ന് നേതാക്കന്മാർ പ്രസംഗിക്കും. SFIക്കാർ SIയെ ചാലക്കുടിയിൽ പേപ്പട്ടിയെ പോലെ റോഡിലിട്ട് തല്ലിക്കൊല്ലുന്നത്. അപ്പോൾ ആരെയാണ് വളർത്തുന്ന CPM? ആരെയാണ് വളർത്തുന്നത്? മാതാപിതാക്കൾ ഭീതിയിലാണ്. കുഞ്ഞുങ്ങളെ കോളേജിൽ ഏൽപ്പിക്കാൻ പേടിയാണ്. പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ പേടിയാണ്. ഇവർ ഗുണ്ടാ സംഘമാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം. സിദ്ധാർത്ഥ് കൊച്ചിയിലെത്തി അമ്മയെ കാണാൻ, അല്ലേ? അമ്മയെ കാണാൻ വയനാട് നിന്ന് കൊച്ചിയിലെത്തുമ്പോൾ അവന് ഭീഷണിയാണ്, തിരിച്ചു വരാൻ പറഞ്ഞു. തിരിച്ചു പോയാൽ മർദ്ദനമേക്കുമെന്ന് ഉറപ്പാണ്, അല്ലേ? ഉറപ്പാണ്. എന്നിട്ടും ഉറപ്പായി മർദ്ദനമേക്കുമെന്ന് പറഞ്ഞിട്ടും തിരിച്ചു പോവുക. അത്ര ഭീതിയായിരുന്നു ആ കുഞ്ഞിൻ്റെ മനസ്സിൽ, അത്ര ഭീതി. ആ ഭീതിയുടെ ആഴം നിങ്ങളൊന്ന് നടന്നു നോക്കിയേ. ഞാൻ കൊച്ചിയിൽ നിന്ന് തിരിച്ച് എന്തിനാ പോകണം? വയനാട്ടിലേക്ക് അടിമേടിക്കാൻ. പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ല. പോയില്ലെങ്കിൽ എനിക്ക് പിന്നെ അവിടെ പഠിക്കാൻ പറ്റില്ല. എൻ്റെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിക്കുകയാണ്, എനിക്ക് പിന്നെ അവിടെ പഠിക്കാൻ പറ്റില്ല എന്നാ കുട്ടിയുടെ മനസ്സിലെ ഭീതിയുടെ ആഴം 130 പേര് നോക്കി നിൽക്കുമ്പോഴാണ് വിവസ്ത്രനാക്കി മർദ്ദിച്ചത്. ഒരു കുട്ടി പോലും പുറത്തു പറഞ്ഞില്ല. ആ 130 കുട്ടികളുടെ മനസ്സിൻ്റെ അകത്തെ ഭീതിയുടെ ആഴം നിങ്ങൾ അളന്നോ? അതാണ് ഈ പിണറായി ഭരണം കേരളത്തിലെ അമ്മമാർക്കും മാതാപിതാക്കളും അവരുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുത്തത് എന്ന് മാത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. സിദ്ധാർത്ഥിൻ്റെ കേസ് CBI അന്വേഷിക്കുകയാണെങ്കിലും ഞങ്ങളിത് തെരഞ്ഞെടുപ്പ് വിഷയം തന്നെ ആക്കും. കാരണം ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മനസ്സെല്ലാവരുടെയും തകർന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇവരിപ്പോഴും തുടരുക. SFI കേരളത്തിലെ ജനങ്ങളോട് പറയാണ്, ഞങ്ങൾ ഇനിയും ഇത് തുടരും എന്നാണ് പറയുന്നത്. ഇനിയും ഞങ്ങളിത് ചെയ്യും. അതാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ യുവജനോത്സവത്തിൻ്റെ ക്യാമ്പസിൽ നിന്നും ഈ ക്രിമിനൽ സംഘടന കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുന്നു. ME ഗോവിന്ദൻ ആദ്യം ജയരാജനോട് ചോദിക്കാൻ പറ. EP ജയരാജൻ തന്നെ പറഞ്ഞു കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് വരും. എൻ്റെ അർത്ഥം എന്താ? EP ജയരാജൻ BJP 2ാം സ്ഥാനത്ത് വരുമെന്ന് പറഞ്ഞ എല്ലാ സ്ഥലത്തും LDF 3ാം സ്ഥാനത്ത് പോകുന്ന, അങ്ങനെയല്ലേ സംഭവിക്കുള്ളൂ, അല്ലേ? LDF 3ാം സ്ഥാനത്ത് പോകുന്ന LDF കൺവീനറാണ്, NDAയുടെ ചെയർമാനാണെന്ന് എനിക്ക് സംശയം. അതെ, ഞങ്ങൾക്ക് ലോകസഭയിൽ അംഗങ്ങളെ വർദ്ധിപ്പിക്കുക. അത് ഞാൻ അതിന് മറുപടി പറയാം. ഞങ്ങളുടെ പരിപാടി എന്താ? നരേന്ദ്രമോദി ഭരണകൂടത്തെ താഴെ ഇറക്കി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു ഭരണം ഡൽഹിയിലുണ്ടാവുക. ഭരണകക്ഷത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. CPM മത്സരിക്കുന്നത് എന്തിനാ? പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി. അതാ വ്യത്യാസം.